അതുകൊണ്ട് തന്നെയാണ് ഈ വെളിപ്പെടുത്തലുകളും വിവരങ്ങളും അതീവ ഗൗരവമുള്ളതാകുന്നത്. ഇപ്പോൾ എല്ലാ ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്, മലയാളത്തിൽ മാത്രമല്ല. പക്ഷെ മലയാളം അതിനൊരു തുടക്കമിട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ WCCയുടെ വിമൻ കളക്റ്റീവ് ഇൻ സിനിമയുടെ അംഗങ്ങളുടെ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അതിൽ വലിയ രീതിയിൽ സഹായകരമാകുന്നു. അതോടൊപ്പം എല്ലാ താരങ്ങളും ഇപ്പം ലിംഗഭേദമന്യേ നല്ല നിലയിലുള്ള ഒരു പിന്തുണ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും ഇതൊരു വലിയ മാറ്റത്തിനുള്ള ഒരു അടിസ്ഥാനം ആണ് ഇതിലൂടെ സാധ്യമാകുന്നത്. സ്ത്രീകൾക്ക് സുരക്ഷിതമായി തൊഴിൽ ചെയ്യുന്നതിനുള്ള തൊഴിലിടമാകണം സിനിമാ മേഖല. അപ്പോൾ സർക്കാർ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ക്യാമറയ്ക്ക് പിന്നിലും സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടാകണം. അതായത് സ്ത്രീകളുടെ ടെക്നിക്കൽ ആയിട്ട് ഈ സിനിമാ മേഖലയിലുള്ളവരുമായിട്ടൊക്കെ സംസാരിച്ചു, ടെക്നീഷ്യൻസ്, ഇപ്പോൾ ക്യാമറ പ്രവർത്തകർ, അങ്ങനെയുള്ള മേഖലകളിലൊക്കെ സ്ത്രീകൾ വലുതായിട്ട് കടന്നു വരേണ്ടതുണ്ട്. അപ്പോൾ സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള സ്ത്രീകളുടെ സിനിമകൾക്ക് പിന്തുണ നൽകുന്നുണ്ട്. സ്ത്രീകൾക്ക് ടെക്നിക്കൽ മേഖലയിൽ കടന്നു വരുന്നതിനുള്ള ഇപ്പോൾ ഈ നമ്മുടെ ഈ മുൻനിരയിൽ നിൽക്കുന്ന വനിതാ സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ അവരുടെ കൂടി നേതൃത്വത്തിൽ നമ്മൾ ക്യാമ്പുകളൊക്കെ ഈ കാലഘട്ടത്തിൽ സംഘടിപ്പിച്ചു പോകുന്നുണ്ട്. അപ്പോൾ പലതരത്തിലാണ് ഇതിനെ കാണുന്നത്. അതോടൊപ്പം ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യമുണ്ടല്ലോ, അതിന്റെ നിയമപരമായിട്ടുള്ള നിയമസാധ്യത കൂടി പരിശോധിച്ചുകൊണ്ട് സർക്കാർ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കും. പ്രതിപക്ഷം ഉന്നയിക്കുന്നത് സർക്കാർ ഇത്രനാളും റിപ്പോർട്ട് പുറത്തുവിടാതെ വേട്ടക്കാരെ സഹായിക്കുകയായിരുന്നു. അതാണ് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ഇപ്പോഴും ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ് അതിലൂടെ ശ്രമിക്കുന്നത്. യഥാർത്ഥ വിഷയം എന്താണ്? പതിറ്റാണ്ടുകളായി സിനിമാ മേഖലയിൽ നടക്കുന്ന അതല്ലെങ്കിൽ നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പോലെ അത്യന്തം ഗൗരവതരമായിട്ടുള്ള തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് തിരുത്തപ്പെടണമെന്നുള്ളതാണ്. അതിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ലക്ഷ്യം. ആ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ദൗർഭാഗ്യകരമാണ്. ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രതിപക്ഷത്തിന് എന്താണ് ഇതിൽ പറയാനുള്ളത്? പ്രതിപക്ഷത്തിന് എന്താണ് ഇതിലുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായി മുന്നോട്ട് വെക്കാനുള്ള നിർദ്ദേശം? സർക്കാർ അത് കേട്ടുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ഇക്കാര്യങ്ങൾ അതിൽ ഇടപെട്ടുകൊണ്ട് ഇതിലൊരു മാറ്റമുണ്ടാകണം. മാറ്റമുണ്ടായേ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഒരു ചലച്ചിത്ര താരം ഇത് സഹി കെട്ടിട്ട് ഒരു കാലഘട്ടത്തിൽ വിട്ടുപോയി എന്ന് രാവിലെ പറയുന്നത് കേട്ടു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും പ്രതിപാദനമായിട്ടുള്ള വ്യക്തികൾക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ ജോലി ചെയ്യുന്നതിനും സുരക്ഷിതമായ ജോലി ചെയ്യുന്നതിനുമുള്ള ഇടമായി നമുക്ക് മലയാള സിനിമ മറ്റ് സിനിമാ മേഖലകൾക്ക് ഒരു മാതൃകയാകാം. അതിനുള്ള അടിസ്ഥാനമാണിത്. നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ഇത് അവസാനിപ്പിച്ചേ മതിയാവുകയുള്ളൂ. സ്ത്രീവിരുദ്ധത അവസാനിപ്പിക്കണം, അതിക്രമങ്ങൾ അവസാനിപ്പിക്കണം, ചൂഷണം അവസാനിപ്പിക്കണം. നിശബ്ദരായി നിൽക്കേണ്ടി വരുന്ന ഒരു വിഭാഗത്തെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രവണത, ഒരു രീതി അവസാനിപ്പിക്കണം. അതിനൊരു സംശയമില്ല. സർക്കാർ അതിന് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. ഏത് അറ്റം വരെയും, അതായത് ഇതിൽ സാധ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സർക്കാർ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല, അത് ചെയ്യും. നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ സാധ്യമാക്കാം. പുതിയൊരു സിനിമാ നയം തീർച്ചയായിട്ടും ലോങ് ടേമിൽ അതാണ് സാംസ്കാരിക വകുപ്പ് പറഞ്ഞതൊരു നയം എന്നുള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായി കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ഞാനതാണ് പറഞ്ഞത്, പോഷ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു സിനിമ ചിത്രീകരിക്കുന്നത് പല സ്ഥലങ്ങളിലാവും. ചിലപ്പോൾ രാജ്യത്തിന് പുറത്തുണ്ടാകും, ചിലപ്പോൾ എഡിറ്റിംഗ് നടക്കുന്നത് ഒരു സ്ഥലത്തായിരിക്കും, ഡബ്ബിംഗ് നടക്കുന്നത് ഒരു സ്ഥലത്തായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രത്യേക സ്ഥലം ഒരു വർക്ക് പ്ലേസ് ആയിട്ട് ഒരു സിനിമയ്ക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ ഒരു സിനിമ എഗ്രിമെന്റ് വെക്കുന്ന കാലം മുതൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു അതെല്ലാം ഇതിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന നിലയിലേക്ക് സിനിമാ മേഖലയിലെ ഈ അതിന്റെ നിർവചനം മാറണം, അതിന്റെ ഇടപെടൽ മാറണം. അത് മാത്രം മതിയാകില്ല എന്നുള്ളത് ആണ് കാണുന്നത്. അപ്പോൾ അത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സർക്കാർ അതിൽ സാധ്യമായ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യും. അതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്.